എന്തൊക്കെ പറഞ്ഞാലും ലുക്കിന്റെ കേസിൽ ഇവനെ മുട്ടാനായിട്ട് വേറെ മോഡൽസ് ഇല്ല. ഇതാണ് കേസ് നമ്മുടെ നത്തിങ്ങിന്റെ 4A എന്ന് പറഞ്ഞ ഫോണ്. ആ ഒരു സിഗ്നേച്ചർ ട്രാൻസ്പാരന്റ് ഡിസൈനും ആ ഒരു പ്രീമിയം മെറ്റാലിക് ഫിനിഷ് ഒക്കെ നോക്കുക ഗൈസ്, പിടിക്കുമ്പോൾ തന്നെ വേറെ ഫീലാണ്. അടിപൊളി ഡിസൈൻ. അതേപോലെ ഒരു ഗ്ലിഫ് ലൈറ്റ് ബാറാണ് ഇത്തവണ ഈ ഒരു ഫോണിൽ വന്നിട്ടുള്ളത്. ഇത് ആക്ച്വലി ഒരു വിഷ്വൽ മാഗ്നറ്റ് ആണ്. ഇതിൽ ഫ്ലിപ്പ് ടു ഗ്ലിഫ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ വെച്ച് ഓണാക്കി നമ്മളിങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഈ ഒരു ലൈറ്റിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാന്നിരിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ ഒരു റെഡ് ലൈറ്റ് ഉണ്ട്. ആ ഒരു റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ട് റെക്കോർഡിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടും. 50 മെഗാപിക്സലിന്റെ ഒരു മെയിൻ ക്യാമറ, 50 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറ, 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ്, അതുപോലെ തന്നെ സെൽഫി ക്യാമറ 13 മെഗാപിക്സലാണ്. ഇതിലെടുക്കുന്ന ഫോട്ടോ സാമ്പിൾസ് ആയിക്കോട്ടെ, പോർട്രേറ്റ് ഫോട്ടോ സാമ്പിൾസ് ആയിക്കോട്ടെ, 70x എടുക്കുന്ന സൂംഡ് ഫോട്ടോസ് ആയിക്കോട്ടെ, എല്ലാം വേറെ ലെവലാണ്. മാത്രമല്ല നമുക്ക് 4K വീഡിയോന്റെ സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ഇനി ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ച് സൈസുള്ള ഒരു AMO LED ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്, 4500 നീറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ 1.5K റെസൊല്യൂഷൻ വരുന്നുണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഫോണുകളിലൊക്കെ സാധാരണ ചിപ്സെറ്റ് വളരെ മോശമായിരിക്കും. എന്നാൽ ഇതിൽ വന്നിരിക്കുന്നത് സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റ് ആണ്, അതും 7S Gen 4 ആണ്. ഇത് എത്രത്തോളം പവർഫുൾ ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ BGMI ഗെയിം എടുക്കുക, അതിൽ FPS നോക്കി കഴിഞ്ഞാൽ 120 FPS സപ്പോർട്ട് നമുക്ക് ഇതിൽ കിട്ടും. പിന്നെ ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 5400 mAh ബാറ്ററിയാണ് വരുന്നത്. 50 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഏകദേശം 30 മിനിറ്റിനുള്ളിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഫോൺ ഫുൾ ചാർജ് ആവും. ഏകദേശം 21 മണിക്കൂറിന്റെ വീഡിയോ പ്ലേ ബാക്കും കിട്ടുന്നുണ്ട്. സോ ഈ ഫോൺ ആർക്കൊക്കെ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30 to 35 അല്ലെങ്കിൽ 30 to 40 ഫോൺ നോക്കുന്ന ഒരാളാണെങ്കിൽ ഒരു കിടിലൻ പ്രീമിയം എക്സ്പീരിയൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നത്തിങ് 4A എന്ന് പറഞ്ഞ ഫോൺ മാത്രമേ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ആയിട്ടുള്ളൂ. അത്രയും അടിപൊളിയാണ് യൂസ് ചെയ്യാനാണെങ്കിലും, ഡിസൈൻ ആണെങ്കിലും, ക്യാമറ ആണെങ്കിലും, പെർഫോമൻസ് ആണെങ്കിലും എല്ലാം കൊണ്ടും സെറ്റാണ്. സോ ഞാൻ അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ചെക്കൗട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജപ്പാൻ സ്കോറിനെ കോൺടാക്ട് ചെയ്യാം. അവരെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം. അടുത്തൊരു വീഡിയോ കാണാതിരിക്കും. ബൈ. ജിനോ ടെക് വ്ലോഗ്സ്.